അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസർക്കേണിടുന്നു. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസർക്കേണിടുന്നു. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എൻ കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എൻ കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിഷയം സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പാപമില്ലാത്തതായി ദൈവത്തിന് ഒരു മകനുണ്ടായിരുന്നു, യേശുതമ്പുരാൻ. എന്നാൽ സഹനങ്ങൾ ഇല്ലാത്തതായി ദൈവത്തിന് മക്കളാരും ഉണ്ടായിരുന്നില്ല. പാപം ഇല്ലാതിരുന്ന യേശുവിൻ്റെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടായിരുന്നു. മനോഹരമായ വാക്കുകൾ. പാപമില്ലാത്തതായി ദൈവത്തിന് ഒരേ ഒരു മകൻ മാത്രമുണ്ടായിരുന്നുള്ളൂ, യേശുക്രിസ്തു. എന്നാൽ സഹനങ്ങളില്ലാത്തതായി ദൈവത്തിന് മക്കളാരും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ട്. ഈ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിഷയം. വിശുദ്ധ ബൈബിളിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 4 രീതിയിലാണ് സഹനങ്ങൾ വരുന്നത് എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന്, നാം ചെയ്ത പാപത്തിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നു. പാപത്തിൻ്റെ ഫലമായി വിശുദ്ധ ബൈബിളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ കാണുന്നു, യെശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 22-ാം തിരുവചനം: ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല. യെശയ്യായുടെ പുസ്തകം തന്നെ 57-ാം അധ്യായം 20-ഉം 21-ഉം തിരുവചനങ്ങൾ: ദുഷ്ടൻ ഇളകിമറിയുന്ന കടൽ തിര പോലെയാണ്, അതിനൊരിക്കലും ശാന്തമാകാനാകില്ല. അതിലെ ചെളിയും മാലിന്യങ്ങളും കരയ്ക്കടിച്ചു കയറ്റുന്നു. ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല. പാപിക്ക് ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല. ജെരമ്യായുടെ പുസ്തകം 30-ാം അധ്യായം 15-ാം വചനത്തിൽ വായിക്കുന്നു: നിന്റെ വേദനയെ ചൊല്ലി നീ എന്തിനു നിലവിളിക്കുന്നു? നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല. കാരണം നിന്റെ പാപങ്ങൾ ഘോരവും നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവുമാണ്. നിന്റെ വേദനയെ ചൊല്ലി നീ എന്തിനു നിലവിളിക്കുന്നു? നിന്റെ ദുഃഖത്തിന് ഒരിക്കലും ശമനമുണ്ടാവുകയില്ല. കാരണം നിന്റെ പാപങ്ങൾ ഘോരമാണ്, നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം വചനത്തിൽ വായിക്കുന്നു: അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് മണ്ണിൽ നിന്നല്ല, കഷ്ടത മുളയെടുക്കുന്നത് നിലത്തു നിന്നുമല്ല, നമ്മൾ ചെയ്ത പാപത്തിൽ നിന്ന്. അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് മണ്ണിൽ നിന്നല്ല, കഷ്ടത മുളയെടുക്കുന്നത് നിലത്തു നിന്നല്ല. ജീവിതത്തിൽ അനർത്ഥങ്ങളും കഷ്ടതകളും ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നോ നിലത്തു നിന്നോ അല്ല, നമ്മൾ ചെയ്ത പാപത്തിൽ നിന്നാണ്. വീണ്ടും 107-ാം സങ്കീർത്തനം 17-ാമത്തെ തിരുവചനം: പാപകരമായ
മാർഗങ്ങൾ പിന്തുടർന്ന് അവർ ചില രോഗികളായി തീർന്നു. അവരുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് അവർ ചില രോഗികളായി തീർന്നു. നാം ചെയ്ത പാപത്തിൻ്റെ ഫലമായി നമുക്ക് രോഗങ്ങൾ ഉണ്ടാകും. അവരുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, ദുരിതങ്ങൾ നമ്മൾ ചെയ്ത പാപത്തിലൂടെ വരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. മകനെ, നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടെ നിന്നെ സുഖപ്പെടുത്തും. തീർച്ച നീ തെറ്റുകൾ തിരുത്തുക, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരിക, നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുക. നീ തെറ്റുകൾ തിരുത്തുക, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വാ, നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുക. കാരണം നീ ചെയ്ത പാപത്തിന്റെ ഫലമായി നിന്റെ ജീവിതത്തിൽ നിനക്ക് തകർച്ചകളെ, രോഗങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ പ്രഭാഷകൻ 38:15 പറയുന്നത്, സ്രഷ്ടാവിന്റെ മുന്നിൽ പാപം ചെയ്യുന്നവന്, പ്രിയമുള്ളവരെ, വൈദ്യസഹായം തേടേണ്ടി വരും. സ്രഷ്ടാവിന്റെ മുൻപിൽ പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വൈദ്യസഹായം തേടേണ്ടി വരും. അവന് രോഗങ്ങൾ വരും. അപ്പോൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് പാപത്തിന്റെ ഫലമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്, വേദനകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്, തകർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 2, പിശാച് വഴി, സാത്താൻ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നു. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ പിശാച് ഉണ്ട് എന്നുള്ളത്. 1 യോഹന്നാൻ 5:19 പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവനും സാത്താന്റെ കരവലയത്തിലുള്ളാണെന്നും. ഹല്ലേലൂയ! നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, ലോകം മുഴുവനും സാത്താന്റെ കരവലയത്തിനുള്ളിലാണ്. എങ്കിൽ ആ പിശാചിന് സ്വഭാവമുണ്ടെന്നാണ് യോഹന്നാൻ 8:44 പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പിതാവിന് ഇഷ്ടം വെച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അവനാകട്ടെ അനാദി മുതലേ കൊലപാതകയാണ്. അവനിൽ സത്യമില്ല എന്നതാൽ അവൻ സത്യത്തിൽ നിലനിന്നിട്ടില്ല. സ്വന്തം സ്വഭാവമനുസരിച്ച് അവൻ കള്ളം പറയുന്നു, എന്നാൽ അവൻ നുണയനാണ്, നുണയുടെ പിതാവാണ്. പിശാചിന്റെ സ്വഭാവം പറയുന്നത് കൊലപാതകയാണ്, സത്യമില്ലാത്തവനാണ്, നുണയനാണ്, നുണയുടെ പിതാവാണ്. ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ ഈ സാത്താൻ എന്തിനൊരു വ്യക്തിയിലേക്ക് വരുന്നു? യോഹന്നാൻ 10:10, കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് സാത്താൻ വരുന്നത്. ഒന്ന് ഹല്ലേലൂയ പറയോ, സ്വരത്തിൽ പറയോ. എങ്കിൽ ഈ പിശാചിന്റെ പ്രവർത്തനം എന്താ? 1 പത്രോസ് 5:8 പറയുന്നു, നിന്റെ ശത്രുവായ പിശാച് ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് വിചാരിച്ച് ഗർജിക്കുന്ന സിംഹത്തെ പോലെ അലറി നടക്കുന്നു. ഒന്ന് ഹല്ലേലൂയ പറയോ, പോരാ, ഹല്ലേലൂയ. നിന്റെ ശത്രുവായ പിശാച് ആരെയാണ് വിഴുങ്ങേണ്ടത് വിചാരിച്ച് ഗർജിക്കുന്ന സിംഹത്തെ പോലെ അലറി നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത്? ആരെയാണ് നശിപ്പിക്കേണ്ടത്? കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണല്ലോ സാത്താൻ വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പിശാച് വഴി സഹനങ്ങൾ വരുന്നു, പിശാച് വഴി രോഗങ്ങൾ വരുന്നു. അതുകൊണ്ടല്ലേ ചില രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ പിശാചിൽ നിന്ന് മോചിപ്പിച്ച് രോഗശാന്തി കൊടുത്തത്. ഹല്ലേലൂയ! മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32-33 വായിക്കുന്നു, സംസാരിക്കാൻ കഴിവില്ലാത്ത ഊമനായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. യേശു അവനുള്ള പിശാചിനെ പുറത്താക്കി അവനെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ! മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ അന്ധനും ഊമനുമായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. യേശു അവനെ അശുദ്ധാത്മാവിൽ നിന്ന് പുറത്താക്കി അവന് സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 തുടങ്ങി അപസ്മാരോഗിയെ മകനെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു അപ്പൻ വന്നപ്പോൾ അവനുള്ള പിശാചിനെ പുറത്താക്കി യേശു അവനെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 16 വരെ 18 വർഷം കൂന് പിടിച്ചു നടന്ന സ്ത്രീ, അവൾ പിശാച് ബാധിക്കപ്പെട്ടവളായിരുന്നു. അവളുടെ പിശാചിനെ പുറത്താക്കി യേശു അവളെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! 16-ാം വചനം ഇങ്ങനെയാണ്, നീണ്ട 18 വർഷമായി പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇവളെ ഞാൻ, അബ്രഹത്തിന്റെ മകളായി ഇവളെ ഞാൻ മോചിപ്പിക്കേണ്ടതില്ലെന്നോ. ഹല്ലേലൂയ! ഹല്ലേലൂയ! അപ്പോൾ പിശാച് വഴി നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നു. 3, മറ്റു മനുഷ്യർ നമ്മോട് കാണിക്കുന്ന അനീതി, വഞ്ചന, ചതി, ക്രൂരത, ഇതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നു. ഒന്ന് ഹല്ലേലൂയ പറയോ, ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം, അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ,
ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല. സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല. ദുഷ്ടത, വഞ്ചന അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. പിള്ളേരെ, അത് മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. അതിലൂടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നു. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തില് 15-ാം അധ്യായത്തില് 11-12 തിരുവചനങ്ങൾ. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴി തെറ്റിച്ചത് എന്ന് പറയരുത്. അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല. ഹല്ലേലൂയ. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. ദൈവം ഒരിക്കലും തിന്മ അനുവദിക്കുന്നില്ല. വീണ്ടും അവിടുന്നാണ് എന്നെ വഴി തെറ്റിച്ചെന്ന് പറയരുത്. അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല. ഞാൻ ശ്രീലങ്കയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ മഡു എന്ന സ്ഥലത്ത്, അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടുത്തെ വികാരിയച്ഛൻ്റെ കൂടെ സെക്രട്ടറി എന്നോണം ജോലി ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. എപ്പോഴും ചിരിച്ചും കളിച്ചും ഓടി നടക്കുന്ന ഒരു സഹോദരൻ. ഞാൻ വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്ത് സന്തോഷത്തോടെ ആ മനുഷ്യൻ നടക്കുന്നത്, എന്ത് വലിയ സന്തോഷമാണ്, ഇങ്ങനെ ഒരാളെ കിട്ടിയത് അച്ഛന് ഭാഗ്യമാണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഇങ്ങനെയാണ്, അച്ഛോ, അദ്ദേഹം അങ്ങനെ ചിരിച്ചു നടക്കുന്ന മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെന്ത് നീറുന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. എന്തു പറ്റിയെന്ന് ചോദിച്ചു. 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം, ശ്രീലങ്കയിൽ തമിഴ് പുലികളും ശ്രീലങ്കക്കാരും തമ്മിലുള്ള ആ യുദ്ധം. അതിൽ ഇദ്ദേഹത്തിൻ്റെ മക്കൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ 4 മണിക്ക് പള്ളിക്കൂടം വിട്ട് സ്കൂൾ ബസ്സിൽ ഇവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ബസ്സിൻ്റെ മുകളിൽ ബോംബിട്ട് ഈ 2 മക്കളും മരിച്ചുപോയി. ഈ അപ്പനാകെ 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയരെ, മറ്റുള്ളവർ കാണിച്ച അനീതി, വഞ്ചന, ചതി, ക്രൂരത, അതിലൂടെ ഇന്ന് ആ അപ്പച്ചൻ്റെ മനസ്സ് വേദനിക്കുന്നതാണ്. ഒന്ന് ഹല്ലേലൂയ പറയോ. അപ്പോൾ മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന അനീതി, വഞ്ചന, ചതി, ക്രൂരത, അതിലൂടെ ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നു. 4, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. യേശുവും ശിഷ്യരും നടന്നു കൊണ്ടുപോകുമ്പോൾ ജന്മൻ അന്ധനായൊരു മനുഷ്യൻ വഴിയിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെ പാപമാണ്, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണ്. ഈശോ പറഞ്ഞു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെയും പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ നിറവേറാൻ ഇവൻ അന്ധനായി ജനിച്ചിരിക്കുന്നു. ഇത് ദൈവിക പദ്ധതി എന്നാണ് അവിടെ പറയുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തില് 4-ാമത്തെ തിരുവചനം, ലാസറിന്റെ രോഗത്തെക്കുറിച്ച് യേശു കേട്ടപ്പോൾ യേശു എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്? അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയാം. യേശുവിന്റെ സഹനം ദൈവിക പദ്ധതിയാണ്. മറിയത്തിന്റെ സഹനം ദൈവിക പദ്ധതിയാണ്. അൽഫോൻസാമയുടെ സഹനം ദൈവിക പദ്ധതിയാണ്. കൊച്ചു തെരേസയുടെ സഹനം ദൈവിക പദ്ധതിയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സഹനങ്ങളും ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒന്ന് ഹല്ലേലൂയ പറയൂ. കോയമ്പത്തൂർ ധ്യാന കേന്ദ്രത്തിൽ 2 വർഷം കിടപ്പ് രോഗിയായ ഒരു സിസ്റ്റർ അവിടെ താമസിച്ച് ധ്യാനിച്ചു. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഈ സിസ്റ്ററിൻ്റെ വലതുവശം തളർന്നു പോയതാണ്. ഈ സിസ്റ്ററിനെ കോൺവെന്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അമ്മ തന്നെയാണ്. എൻ്റെ മകളെ ഡിവൈനിൽ കൊണ്ടുപോയാൽ കർത്താവ് സുഖപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്ററെയും കൊണ്ട് ഡിവൈനിൽ വന്നതാണ്. ആദ്യ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചതാണ്, ഈ സിസ്റ്റർ കൈ പൊക്കുകയല്ല, ഇടതുകരം ഉയർത്താവുന്നതാണ്, ഉയർത്തില്ല. ഈ സിസ്റ്റർ ആരോടും സംസാരിക്കില്ല. ഞാൻ വിചാരിച്ച് സംസാര ശക്തി നഷ്ടപ്പെട്ടു പോയെന്ന്. ഒരു ദിവസം സിസ്റ്ററിൻ്റെ ബാച്ചിലെ 16 സിസ്റ്റേഴ്സ് സിസ്റ്ററിനെ കാണാനായിട്ട് വരികയാണ്. സിസ്റ്റേഴ്സ് ആ സിസ്റ്ററെ കണ്ട് തിരിച്ച് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ കണ്ടോ? സിസ്റ്റർ എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു, ഇത്രയും സമയം ഞങ്ങൾ ചിരിച്ചും കളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അതിശയത്തോടെ ചോദിച്ചു, അപ്പോൾ സിസ്റ്റർ സംസാരിക്കോ? എന്താ വെച്ചാൽ അച്ഛൻ അങ്ങനെ ചോദിച്ച്, സിസ്റ്റർ നന്നായിട്ട് സംസാരിക്കും.
സംസാരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ഇതുവരെയും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, പിന്നെ ഞാൻ സ്റ്റേജിൽ ചെന്നപ്പോൾ സിസ്റ്ററെ ക്ലാസ്സിൽ കൊണ്ടിരുത്തും. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഏറ്റവും പുറകിൽ ഇരിക്കുന്ന സിസ്റ്ററെ അടുത്ത് ഞാൻ ചെന്ന്, സിസ്റ്ററെ സംസാരിക്കല്ലേ? രണ്ട് സിസ്റ്റർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛാ എന്തുകൊണ്ട് ദൈവം എനിക്ക് സഹനം തന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാനൊരു സിസ്റ്ററല്ലേ, ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ട് പ്രവർത്തിച്ചതല്ലേ, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം ദൈവം അനുവദിച്ചു? ദൈവമില്ല, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, എനിക്ക് പ്രാർത്ഥിക്കണ്ട. ആഴ്ചയിലെ ധ്യാനത്തിൽ ഞാൻ സഹനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഈ പോയിൻ്റൊക്കെ പങ്കുവച്ചു. ചില രോഗങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് എങ്ങനെ തിരിച്ചറിയുക? എനിക്കൊരു രോഗം വന്നു, ഞാൻ പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയില്ല. ഞാൻ മരുന്ന് കഴിച്ചു, സൗഖ്യം കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ ആ രോഗം ഇത് ഞാൻ സഹിക്കാൻ ദൈവം തന്ന ഒരു സഹനമാണെന്ന് ഞാൻ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സന്ദേശം ക്ലാസ്സിൽ കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ സിസ്റ്ററെ ശ്രദ്ധിച്ചു. ആ നിമിഷം വരെ രോഗത്തെ അംഗീകരിക്കാൻ സാധിക്കാതിരുന്ന സിസ്റ്ററിന് ആ നിമിഷം മുതൽ രോഗത്തെ അംഗീകരിക്കാൻ സാധിച്ചു. ആ സിസ്റ്റർ പിന്നെ സ്തുതിക്കാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. പ്രിയമുള്ളവരെ, സൗഖ്യം കിട്ടിയിട്ടല്ല തിരിച്ചു പോയത്, അതേസമയം വലിയ ആന്തരിക സൗഖ്യം കിട്ടിയിട്ടാണ് തിരിച്ചു പോയത്. നന്നായി സംസാരിക്കുന്നു പോകുമ്പോൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ 4 രീതിയിലാണ് സഹനങ്ങൾ വരുന്നത്. 1 പാപത്തിൻ്റെ ഫലമായി, 2 പിശാച് വഴി, 3 മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന അനീതി, വഞ്ചന, ചതി, ക്രൂരത, 4 ദൈവിക പദ്ധതിയുടെ ഭാഗമായി. ഈ സഹനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. തെരേസവര് 2 അക്ഷരം പറഞ്ഞതേ ഉള്ളൂ. സഹനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? 1, സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്ന ബലിപീഠത്തിന് മുൻപിലിരുന്ന് നമ്മുടെ വേദനകൾ തമ്പുരാനോട് പങ്കുവെക്കുക. കൈയടിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തിയ അനുഗ്രഹം ഇറങ്ങി വരുന്ന ബലിപീഠത്തിന് മുൻപിൽ ചെന്നിരുന്ന് നമ്മുടെ വേദനകൾ തമ്പുരാനോട് പങ്കുവെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ചില വ്യക്തികളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് കാണാം. സഹനങ്ങളിൽ ചില മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു. സഹനങ്ങളിൽ ചിലർ ഒളിച്ചോടുന്നു. സഹനങ്ങളിൽ ചിലർ മദ്യശാലയിൽ പോയിരുന്ന് മദ്യപിച്ച് ആശ്വാസം കണ്ടെത്തുന്നു. പ്രിയമുള്ളവരെ, ആത്മഹത്യയിൽ ഒരിക്കലും അഭിഷേകം വരില്ല. ഒളിച്ചോടി ചെല്ലുന്നിടത്തും ഒരിക്കലും അഭിഷേകം വരികയില്ല. നിന്റെ സഹനങ്ങളിൽ നീ മദ്യശാലയിൽ കയറിയിരുന്ന് നീ മദ്യപിച്ചു കൊണ്ടിരുന്നാൽ ദൈവനാമത്തിൽ പറയുന്നു, ഒരു മദ്യശാലയിലും ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വരികയില്ല. ഒന്ന് കൈയടിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നിന്ന് 2 സ്ത്രീകളെ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തില് 16-ാമത്തെ അധ്യായത്തിലാണ്. അബ്രാഹത്തിന്റെ ഭാര്യയായ സാറ. ഒരു ദിവസം സാറ മനസ്സിലാക്കുകയാണ്, എനിക്ക് വയസ്സായി, ഇനി എനിക്ക് ഗർഭം ധരിക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും എനിക്കാകില്ല. അതുകൊണ്ട് അവൾ ഭർത്താവിനോട് പറയുകയാണ്, അബ്രഹാമേ, എനിക്ക് വയസ്സായി, നിനക്ക് വേണ്ടി കുഞ്ഞിനെ ജനിപ്പിച്ച് നിന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എൻ്റെ തൊഴിയായ ഹാഗാറിനെ നിന്റെ ബെഡ്റൂമിലേക്ക് ഞാൻ പറഞ്ഞു വിടാം. നീ അവളുമൊത്ത് ശയിച്ച് നീ അവളിൽ കുഞ്ഞിന് ജന്മം കൊടുക്കുക. ആ കുഞ്ഞിനെടുത്ത് ഞാൻ സന്തോഷിക്കട്ടെ, ആ കുഞ്ഞിനെ കണ്ട് നീയും സന്തോഷിക്കുക എന്ന് പറഞ്ഞ് ഒരു ദിവസം അബ്രഹാത്തിന്റെ ബെഡ്റൂമിലേക്ക് ഈ ഹാഗാറിനെ പറഞ്ഞു വിടുകയാണ്. അബ്രഹാം ഹാഗാറുമൊത്ത് ശയിക്കുന്നു. ഹാഗാർ ഗർഭിണിയാകുന്നു. അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾ സാറായെ വേദനിപ്പിക്കാൻ തുടങ്ങി. സാറായെ പുച്ഛിച്ച് കളിയാക്കാൻ തുടങ്ങി. അത് മടുത്ത് സാറ അബ്രഹാത്തോട് വന്ന് പറയുകയാണ്, ഞാൻ നിനക്ക് തന്ന വേലക്കാരി അവൾ ഗർഭിണിയാണെന്നറിഞ്ഞ് അവൾ എന്നെ പുച്ഛഭാവത്തോടെ നോക്കിയ, ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. അബ്രഹാം പറഞ്ഞു, സാറ, അവൾ ഇപ്പോഴും നിനക്ക് വേലക്കാരി തന്നെയാണ്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നീ അവളോട് ചെയ്തു കൊള്ളുക. ഈ അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ സാറ അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി. സാറയിൽ നിന്ന് ഹാഗാറിന് സഹനം കിട്ടിയപ്പോൾ ഈ ഹാഗാർ എന്തു ചെയ്തു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 തുടങ്ങി 11 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഹാഗാർ മരുഭൂമിയിലേക്ക് ഒളിച്ചോടുകയാണ്. എന്തിനാ? ആത്മഹത്യ ചെയ്യുവാൻ.
എന്തുകൊണ്ട് ഒളിച്ചോടി? സാറായിയുടെ പീഡനങ്ങളിൽ മടുത്ത് ഈ ഹാഗാർ എങ്ങനെയെങ്കിലും ഒളിച്ചോടണം, രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം. ഈ തീരുമാനത്തോടെ മരുഭൂമിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ദൂതൻ ഹാഗാന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? ഒന്ന് ഹല്ലേലൂയ പറയൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ ഭാര്യയായ സാറായിയുടെ വേലക്കാരിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? ഹാഗാർ, എന്തുകൊണ്ട് നീ ഇവിടെ എത്തി? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? എന്താ നിന്റെ പ്രശ്നം? ഹാഗാറിന്റെ സഹനങ്ങളുടെ ചരിത്രം അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് കൈയടിച്ച് തമ്പുരാന് നന്ദി പറയൂ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ സഹനങ്ങളുടെ കാരണമറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് മാലാഖയുടെ ചോദ്യത്തിനർത്ഥം. ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിന്റെ വേദന എന്താ? നിന്റെ പ്രശ്നം എന്താ? ഹാഗാർ പറഞ്ഞു, എൻ്റെ യജമാനത്തിയുടെ പീഡനം കൊണ്ട് മടുത്ത് ഞാൻ ഒളിച്ചോടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ദൈവദൂതൻ പറഞ്ഞത്? സാറായുടെ പണിപ്പെണ്ണായ വേലക്കാരിയായ ഹാഗാറേ, നീ നീ എവിടെ നിന്ന് ഇറങ്ങിപ്പോന്നുവോ അവിടേക്ക് തിരിച്ചു ചെന്ന് കീഴ്പ്പെട്ട് വേല ചെയ്ത് ജീവിക്കുക. അവിടെ വെച്ച് നിനക്കൊരു പുത്രനെ പ്രസവിക്കും. എന്നാൽ ദൈവം നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്താണ് മാലാഖ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ മാലാഖ പറഞ്ഞത്? സാറായിയുടെ വേലക്കാരിയെ ഹാഗാറേ, നീ എവിടെ നിന്ന് ഇറങ്ങിപ്പോന്നുവോ നീ അവിടേക്ക് തിരിച്ചു പോകുക. നീ എവിടെ നിന്ന് വന്നു? സഹനങ്ങളുടെ ബലിപീഠത്തിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന് ഈ മരുഭൂമിയിലേക്ക് നീ വന്നുവെങ്കിൽ ഹാഗാറേ, ഈ മരുഭൂമിയിലല്ല നിനക്ക് അഭിഷേകം. നിനക്ക് അഭിഷേകം ആ സഹനത്തിന്റെ ബലിപീഠത്തിലാണ്. നീ സാറായുടെ അടുത്തേക്ക് തിരിച്ചു പോ. നീ അവൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയും അവിടെ വെച്ച് നീ ഒരു പുത്രനെ പ്രസവിക്കും. എന്നാൽ ദൈവം നിന്റെ കണ്ണീര് കണ്ടിരിക്കുന്നു. ഒന്ന് ഹല്ലേലൂയ പറയൂ. ഹല്ലേലൂയ. എന്താ ദൈവം പറഞ്ഞേ? ഹാഗാറേ, സഹനത്തിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുന്ന ഈ മരുഭൂമിയിലല്ല നിനക്ക് അഭിഷേകം. ഒളിച്ചോടി വന്നിരിക്കുന്ന ഈ മരുഭൂമിയിലല്ല നിനക്ക് അഭിഷേകം. നീ ആത്മഹത്യ ചെയ്യുമ്പോഴല്ല നിനക്ക് അഭിഷേകം. നിനക്ക് അഭിഷേകം ആ സഹനത്തിന്റെ ബലിപീഠത്തിലാണ്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നീ തിരിച്ചു പോ ആ ബലിപീഠത്തിലേക്ക്, ആ സാറായിയുടെ അടുക്കലേക്ക് തിരിച്ചു പോ. അവിടെ വെച്ച് ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരും. ആ കുഞ്ഞിനെ നീ പ്രസവിക്കും. ആ ദൈവം നിന്റെ കണ്ണീര് കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒളിച്ചോടി ചെല്ലുന്നിടത്തല്ല അഭിഷേകം. ആത്മഹത്യ ചെയ്യുന്നതിലല്ല അഭിഷേകം. മദ്യശാലയിൽ പോയിരുന്ന മദ്യപിച്ച് സമയം കളയുന്നതിലല്ല, ആശ്വാസം കണ്ടെത്തുന്നതിലല്ല അഭിഷേകം. സഹനങ്ങളുടെ ബലിപീഠത്തിൽ അഭിഷേകം. ഒന്ന് ഹല്ലേലൂയ പറയൂ. ഹല്ലേലൂയ. മറ്റൊരു ഉദാഹരണം 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ 12 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. എൽക്കാന ഹന്ന ദമ്പതികള്. ഹന്നയ്ക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല. പ്രിയമുള്ളവരെ, ഈ ഹന്ന ഒരു ദിവസം അവളുടെ വേദനകൾ ദേവാലയത്തിൽ ചെന്ന് ബലിപീഠത്തിന് മുൻപിലിരുന്ന് തമ്പുരാനോട് ഹൃദയം നൊന്ത് ആ വേദന പങ്കുവെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഏലി പുരോഹിതനുണ്ടായിരുന്നു. പുരോഹിതൻ നോക്കിയപ്പോൾ ഇവളിങ്ങനെ എന്തോ സംസാരിക്കുന്നു, ചുണ്ടനങ്ങുന്നു, പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. ഏലി വിചാരിച്ചു ഇവൾ മദ്യപിച്ച് ഉന്മത്തയായി പള്ളിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുരോഹിതൻ ചോദിച്ചു, ഹന്ന, എത്ര നാൾ ഒരു കുടിക്കാരിയായി നീ ഇവിടെ വന്നിരുന്ന് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, നീ വിലപിച്ചുകൊണ്ടിരിക്കും? അപ്പോൾ ഹന്ന പറഞ്ഞു, അല്ലയോ പുരോഹിത, എന്നെ ഒരു കുടിക്കാരിയായി മദ്യപിക്കുന്നവളായി കാണരുത്. ഞാൻ മദ്യപിച്ചിട്ടില്ല. ഹൃദയം നൊന്ത ഒരു പെണ്ണാണ് ഞാൻ. എൻ്റെ വേദനകൾ എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഒന്ന് ഹല്ലേലൂയ പറയോ. എൻ്റെ വേദനകൾ എൻ്റെ തമ്പുരാന്റെ മുൻപിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. പുരോഹിതൻ പറഞ്ഞു, ഹന്ന, ദൈവം നിന്റെ കണ്ണീര് കണ്ടിരിക്കുന്നു. നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ.
പ്രിയരെ, ഒരിക്കലും ഹാഗാറെ പോലെ ആകരുത് ജീവിതത്തിൽ. സഹനത്തിൽ ഒളിച്ചോടരുത്, സഹനത്തിൽ ആത്മഹത്യ ചെയ്യരുത്, സഹനത്തിൽ മദ്യപിക്കരുത്, സഹനത്തിൽ ഹന്നായെ പോലെ അനുഗ്രഹം ഇറങ്ങി വരുന്ന ബലിപീഠത്തിൽ മുൻപിൽ വന്നിരുന്ന വേദനകൾ പങ്കുവെക്കുക.